നമസ്കാരം, ഉമാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കാം. പുഴുങ്ങലരി വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പുഴുങ്ങലരി 2 ഗ്ലാസ്, ഇത് 8 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. നാളികേരം ചിരകിയത് 1/4 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. പുഴുങ്ങലരി നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. അരയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ച് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഇനി ഈ അരച്ചെടുത്ത മാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക, 1 ടീസ്പൂൺ ജീരകം. ഇനി ഇതിൻ്റെ ഒപ്പം ചിരകിയ നാളികേരം കൂടി ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ചെറുതായി ഉരുട്ടി ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉഴുന്നുപരിപ്പിടുക, ഒപ്പം വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഒരിത്തിരി ഉപ്പും കൂടി ഇടുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉരുട്ടി വെച്ചേക്കണ ഉരുളകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനി നമുക്ക് അടച്ചു വെക്കാം. തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക. സാധാരണ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ വെള്ളം വറ്റിക്കാറാണ് പതിവ്. പകരം വെള്ളം മുഴുവൻ വറ്റിക്കാതെ കുറുക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ കുറുക്കിയെടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഈ സ്പെഷ്യൽ അമ്മിണി കൊഴുക്കട്ട ഒന്ന് ഉണ്ടാക്കി നോക്കൂ.